ഹേ ഗായ്സ്, ആൽബിനാണ്. യെസ്, ഏവർക്കും വിശ്വാസംസകൾ. നമ്മുടെ തെലുഗു ഇൻഡസ്ട്രിയിലെ നാനി നായകനാകുന്ന ഹിറ്റ് 3യുടെ, അതായത് 2020 പുറത്തിറങ്ങിയ ഹിറ്റ് സിനിമയുടെ തേർഡ് പാർട്ട്, അതിൽ തന്നെയുള്ളൊരു സീരീസ് ആണ്. അതിൻ്റെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് അത് റിവ്യൂ ചെയ്തിട്ട് വരാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ട്രെയിലറിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് 3 മിനിറ്റ് 32 സെക്കൻഡ് ആട്ടാ. എന്തോ കാര്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, సార్ క్రిమినల్స్ ఉంటే భూమి మీద 10 ఫీట్ సెల్లో ఉండాలి, లేదంటే భూమిలో 6 ఫీట్ హోల్లో ఉండాలి. బిహేవియరల్ కరెక్షన్ అవని ఏ క్రిమినల్ కూడా సొసైటీలో ఫ్రీగా తిరగడానికి వీలు లేదు. అలా ఫీల్ అవ్వడానికి పర్సనల్గా ఎఫెక్ట్ అవ్వాల్సిన అవసరం లేదు. పోలీసు వాడైతే చాలు. పాపకి 9 నెలలు సార్. ఏం చేస్తారు సార్ తీసుకెళ్ళి? హైట్ ఒక 5'9", 5'10" ఉంటా. అక్కడక్కడ తెల్లగెట్టు చాయ. ఆపదలో ఉన్న వాళ్ళని రక్షించడానికి యోధుడు రంగంలోకి ప్రవేశిస్తాడు. ఒక్క ప్రాణాన్ని కాపాడడానికి ఎన్ని అహోరాత్రములు కష్టపడతాడో ఆయనకి మాత్రమే తెలుస్తుంది. నిన్ను చూస్తే అందరూ ఇలానే పారిపోతారా? నచ్చా. నేను అర్జున్ అని పిలవాలా, సర్కార్ అని పిలవాలా? జనాల మధ్యలో ఉంటే అర్జున్, మృగాల మధ్యలో ఉంటే సర్కార్. మనిషి క్రాస్ చేయలేని ఒక లైన్ ఉంటుంది. టునైట్ వి ఆర్ గోనా క్రాస్ దట్ లైన్. ఇన్ని పరీక్షలకు తట్టుకుని నిగ్గు తేలగలిగినటువంటి శక్తి ఉన్నవాడు తప్ప ధర్మ సంస్థాపన వైపుకి, ధర్మ రక్షణ వైపుకి అడుగు వెయ్యలేదు. పోలీసులు వస్తారు, మీరు మమ్మల్ని చెప్పలేరు. పాప నాకు కావాలి సార్. అమ్మ దగ్గర పెరగలేదు కదా నువ్వు. యు కాంట్ సర్వైవ్ హియర్. నా కెరియర్ బిగినింగ్ నుంచి వింటున్నాను ఈ మాట. की बार अर्जुन सरकार. മക്കളെ, ഒരുമാതിരി ബ്രൂട്ടല് സാധനം ഉണ്ടാവുന്നത്. ഇപ്പടത്തിന്റെ ഡയറക്ടറിന്റെ പേര് ഡോക്ടർ ശൈലേഷ് കൊല്ലാനോ എന്നാണ്. ഒരു ഡോക്ടറാണ്. ഇമാതിരി ബ്രൂട്ടല് സാധനമൊക്കെ എങ്ങനെയാണോ പോയി പച്ചക്കാണ്. ഫുൾ വൈകിട്ടാണ് സാധനം. എനിക്ക് തോന്നുന്നത് ക്ലൈമാക്സ് സീനാണ് തോന്നുന്നുണ്ട്. ആ വൈറ്റ് ഒരു കോട്ടിട്ടുള്ള ഒരു ലുക്ക് വന്നിട്ടുണ്ടാവും. ആ ലുക്ക് ക്ലൈമാക്സിലേക്കുള്ള സാധനം ഉണ്ട്. ആ സാധനം അവൻ ആ ഫൈറ്റ് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ഫുള്ള് ബ്ലഡാണ്, റെഡ് കളർ. അന്യായ ടോട്ടൽ പടമാണ് വരാൻ പോണം കൊണ്ടിട്ടാ. ത്രില്ലർ, അതായത് ഹിറ്റ് ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും അടിപൊളിയായിരുന്നു. ഇല്ലാന്ന് പറഞ്ഞാൽ അതിനെ അപേക്ഷിച്ച് ഈ സാധനം മുന്നോട്ട് കത്തുന്നേ തോന്നുന്നുണ്ട്. അതായത് 3 മിനിറ്റ് 32 സെക്കൻഡിൽ തന്നെ പടത്തിന്റെ പ്ലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. എന്തായാലും
ഒരു വില്ലനലക്കാൻ വേണ്ടി അവൻ എന്ത് കഷ്ടപ്പാട് വേണമെങ്കിലും ചെയ്യും. എത്ര എഫേർട്ട്ലെസ്സിൽ മീൻസ് എത്ര ടയേർഡായാലും അവൻ അതിനെ അലക്കിയിട്ടേ കാര്യമുള്ളൂ. ആ ഒരു റോളിലാണ് ഞാനിയുടെ റോൾ. ഞാനിയുടെ പടത്തിലുണ്ട് ഒരു സാധനം പൊത്തറ്, അതുപോലത്തെ സാധനമുണ്ട്. അടിപൊളി പടമുണ്ട്. പടം ഇറങ്ങണത് മെയ് 1-ാം തീയതിയാണ്. പിന്നെ പടത്തിലെ നായിക എന്ന് പറയുന്നത് നമ്മുടെ KGF സിനിമയിലെ അതിലത്തെ നായികയാണ്. പടത്തിന്റെ ബേസ് എനിക്ക് തോന്നുന്നത് ഒരു ത്രില്ലർ ബേസ്ഡ് വയലന്റ് പടം. അത്രയും വേറെ ഒന്നും നമ്മൾ ചിന്തിക്കണ്ട. ഇതെനിക്ക് തോന്നുന്നത് ഒരു ASRTV പടമായിരിക്കാൻ സാധ്യതയുണ്ട്. അമ്മായി റൂട്ടിലാണ്, പച്ചയ്ക്കാണ് കാണിക്കണത്. അപ്പം അതൊക്കെ കണ്ടിരിക്കാൻ പറ്റുന്ന ആൾക്കാർ മാത്രം തിയേറ്ററിൽ പോയി കാണാം, അതായിരിക്കും നല്ലത്. ഞാൻ എന്തായാലും തിയേറ്ററിലായിരുന്നു കാണാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് പടം ഇറങ്ങട്ടെ. നല്ല വെയിറ്റിങ്ങിലാണ്. പടത്തിന് ട്രെയിലർ കണ്ടപ്പോൾ തന്നെ നമുക്ക് അടിപൊളി പടാമെന്നാണ് എൻ്റെ ഒരു നിഗമനം. അടിപൊളി പടാവട്ടെ. ഓക്കെ, നമുക്ക് അടുത്ത റിവ്യൂ കാണാം. ഇവിടെ നല്ല ചൂടുണ്ട്, അതാണ് ഞാൻ ഇങ്ങനെ വേർക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ.